മലയാളികളുടെ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കുറുവാ സംഘങ്ങൾ എന്ന് പറയുന്നവർ. ഈ കുറുവാ സംഘം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കുറുവാ സംഘം എന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വിഭാഗമാണ്. അവർ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകളാണ്. അവർ ഈ മോഷണവും അവർക്ക് റോബറി എന്ന് പറയുന്നത് എപ്പോഴും അതിനോടൊപ്പം ശാരീരിക പീഡനങ്ങളും ആളുകളെ ഏൽപ്പിക്കും. മോഷണത്തോടൊപ്പം അവർ പോയി ആക്രമിച്ച് അങ്ങ് കീഴടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുപോലെ മോഷണം, വാതിലെല്ലാം തല്ലിപ്പൊളിക്കും. പലപ്പോഴും ഈ വീടിനകത്ത് കയറുന്നത് എന്ന് പറയുന്നത് വീടുകളിലേക്ക് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞായിരിക്കും. ഇത് കയറുന്നത് അവർ പോയി ഈ മിക്കവാറും ചിലപ്പോൾ ഈ ടാപ്പ്, വെളിയിൽ വാട്ടർ ടാപ്പ് കാണുമല്ലോ, വീട്ടിലെ പൈപ്പ്, ആ ടാപ്പ് അങ്ങ് തുറന്നിടും. അപ്പോൾ വെള്ളം അതിൽ ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ അകത്തുനിന്ന് ആളെ ഉണർന്നിട്ട് അത് നേരെ പോയി അത് ഈ വെള്ളം അടയ്ക്കാനായിട്ട് പോകും. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒന്നുകിൽ അവരെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ കഴിഞ്ഞ് വീടിനകത്ത് കയറും. എന്നിട്ട് അവിടെ കാണുന്ന മുഴുവൻ നാശം ഉണ്ടാക്കും. അവിടെ ആളുകളെ ഭീഷണിപ്പെടുത്തുക, വരട്ടി മുഴുവൻ എടുത്തുകൊണ്ട് പോവുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, ഇതെല്ലാം ചെയ്യും. മാലയൊക്കെ പിടിച്ച് പറിച്ചുകൊണ്ടങ്ങ് പോകും. വളയൊക്കെ സ്ത്രീകളുടെ ഊരി കൊണ്ടുപോകും. സ്വർണം കിട്ടുന്നിടത്തോളം എല്ലാം കവർ ചെയ്യും. കവർച്ചയാണ്, കൂട്ടായ്മ കവർച്ചയാണ് അവർ നടത്തുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, രാത്രി ഈ വെള്ളം ഇതുപോലെ പൈപ്പിൽ തുറന്ന് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങ് പോകോട്ടെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ വളരെ അത്രത്തോളം ശ്രദ്ധയോടുകൂടി വേണം അവിടെ അത് ഇറങ്ങാൻ. ആയുധം എടുത്തുകൊണ്ട് വേണം ഇറങ്ങാനും. ആ രീതിയിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ വേണം ഇറങ്ങാൻ. അല്ലെങ്കിൽ പലപ്പോഴും അപകടം പറ്റാം. മാത്രമല്ല, ഇറങ്ങുമ്പോൾ ഈ വാതിലിൽ അവിടെ ആൾ കാണണം. അല്ലെങ്കിലുള്ള കുഴപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അറിയത്തില്ല. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചില സംഘങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാറ് പോകുമ്പോൾ അതിൽ മുട്ട എടുത്ത് അതിൻ്റെ ഗ്ലാസ്സിൽ വിൻഷീൽഡിൽ എറിയും. മുട്ട എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഓർക്കാതെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ, ഇത് വൈപ്പർ ഇടും. വൈപ്പർ ഇട്ട് പോയാൽ, മുട്ട എടുത്ത് എറിഞ്ഞിട്ട് വൈപ്പർ ഇട്ട് പോയാൽ പിന്നെ കണ്ണ് കാണാൻ പറ്റത്തില്ല, റോഡ് കാണാൻ പറ്റത്തില്ല. ആ രീതി വരും. ഒരിക്കലും അത് ക്ലിയർ ആവത്തില്ല. അപ്പോഴത്തേക്ക് അത് വണ്ടി നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും, അറ്റാക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കുറുവ സംഘങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഇതുപോലെ തമ്പടിച്ച ആളുകളിൽ കുറച്ച് പേരെ, അതായത് അതിനകത്ത് കുറേ പേരെ തിരിച്ചറിഞ്ഞു. വലിയ മോഷണമാണ് അവർ നടത്തിയിട്ടുള്ളത്, തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞതിൽ ഒരുത്തൻ പോലീസ് കസ്റ്റഡിയിലായവൻ വിലങ്ങുമായിട്ട് രക്ഷപ്പെട്ടു. സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന ഒരുത്തൻ. അവനെ ഏതായാലും പോലീസ് വളരെ കഷ്ടപ്പെട്ട് വലിയ കോമ്പിങ് ഓപ്പറേഷനിലൂടെ ഈ കാടിനകത്ത് മുഴുവൻ പാമ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശത്ത് പാതിരാത്രി കയറി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ കേരള പോലീസ് അതിൽ ഇവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ തമ്പടിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ എന്താണെന്നറിയുമോ, എന്തെങ്കിലും വ്യാപാരത്തിനൊക്കെ വരുന്ന പാവങ്ങൾ പോലും കഷ്ടപ്പെടും. കാരണം അവരെയും സംശയദൃഷ്ടിയോടെ ആളുകൾ കാണുള്ളൂ. പിന്നെ തമിഴ് സ്ത്രീകൾ പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ എത്രയോ പേരെയാണ് പിടിച്ചേക്കുന്നതറിയോ, എത്ര പേരെ. അപ്പോൾ അതായത് ഈ പള്ളികളിലോ ഒക്കെ ആൾ കൂടുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ഒരുപാട് ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ പതുക്കെ അങ്ങ് ചെന്ന് കയറും. കുഞ്ഞുങ്ങളുടെ കൈ കിടക്കുന്ന വള ഊരി കൊണ്ടുപോകും. കുഞ്ഞുങ്ങളെ എടുത്തേക്കുന്ന സ്ത്രീകൾ അവരെ കൈ ഇങ്ങനെ പുറകോട്ട് വെച്ചായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അതിലെ വള അങ്ങ് ഊരുക, അല്ലെങ്കിൽ അരിഞ്ഞാണം അഴിച്ചെടുക്കുക, മാല ഊരുക, ഇതെല്ലാം എടുത്തിട്ട് അല്ലെങ്കിൽ ബസ്സിൽ കയറിയായാലും മാല പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോകും. അപ്പോൾ പലപ്പോഴും ഇവരെ പിടികൂടുമ്പോഴാണ് എവിടുന്നാണെന്ന് അറിയുന്നത്. ഇവര് തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. തിരുട്ട് ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ആ തിരുട്ട് ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ വലിയ മണിമാളികകളാണ് എല്ലാവർക്കും ഉള്ളത്, താമസിക്കാൻ വലിയ വീടുകൾ. തമിഴ്നാട്ടിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇല്ലാത്തതുപോലെ ഉള്ള വലിയ കെട്ടിടങ്ങളാണ്, മണിമാളികകളാണ് അവിടെ പണിതുയർത്തേക്കുന്നത്. മുഴുവൻ മോഷണം പോലും കൊണ്ടാണ് ഈ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ മോഷണത്തിന് വരുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ ഇറങ്ങുമ്പോൾ അവരെ പൂജയൊക്കെ നടത്തി അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചാണ് ഈ വലിയ സംരംഭത്തിലേക്ക് ഇറക്കി വിടുന്നത്. തിരിച്ച് ഇവരെ അങ്ങോട്ട് പവനൊക്കെ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പവനുകളും ആ പവനുമായിട്ടാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ ഇവർക്കുള്ള സ്വീകരണം എന്ന് പറയുന്നത് വലിയ സ്വീകരണമാണ്. അതായത് ഒളിമ്പിക്സിലും മെഡലും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഉള്ള സ്വീകരണം കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തെ സ്വീകരണമാണ് ഇവർക്ക് കൊടുക്കുന്നത് നാട്ടുകാർ അവിടെ. എന്നിട്ട് ഇവിടെ കയറി ഒരുത്തനെ പിടിക്കാനും ഒക്കത്തില്ല. കാരണം അങ്ങനെയാണ് അവർ ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒന്നാമത് ഈ പുരുഷന്മാരെ ആ വീടുകളിൽ കാണത്തില്ല, അവിടെ സ്ത്രീകളെ ഉള്ളൂ. ഈ യവന്മാരെല്ലാം ഇതുപോലെ ഈ ജോലിക്കായിട്ട് ഇറങ്ങുകയാണ് മിക്കവാറും.
ഈ വല്ല ഇടയ്ക്ക് മാത്രമാണ് അവിടെ ചെല്ലുന്നത്. അത് ഈ സ്വർണമായിട്ടാണ്, അതായത് നൂറുകണക്കിന് പവൻ സ്വർണമായിട്ടാണ് ഈ ഓരോരുത്തരും അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നത്. കാരണം ഇതെല്ലാം മുഴുവൻ മോഷണം മുതലാണ്. ഇതൊന്നും വാങ്ങിച്ചത് ഇത് റിക്കവർ ചെയ്യാനൊന്നും പോസിബിൾ അല്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ കയറാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പോലീസുകാർക്ക് ധൈര്യമില്ല അവിടെ പോകാൻ. പിന്നെ മാത്രമല്ല അവിടുത്തെയൊക്കെ പോലീസുകാരും ഇതിനോട് ഒത്താശ ചെയ്യുന്നവരായതുകൊണ്ട് ഇപ്പം നമുക്ക് വെളിയിൽ നിന്ന് ഇപ്പം കേരള പോലീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ട അസിസ്റ്റൻസ് ഒന്നും കിട്ടത്തില്ല. കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ നേരത്തെ അറിവ് കൊടുക്കും, കാരണം ഇതാണ്ട് നിന്നെ അന്വേഷിച്ച് ആൾ വന്നിട്ടുണ്ട്, മുങ്ങിക്കോളാൻ പറയും. അവനെ കിട്ടത്തില്ല, പിടി കിട്ടത്തില്ല. ഈ രീതിയിൽ ആണ് അവർ ആ ഗ്രാമത്തിനകത്ത്, തിരുട്ട് ഗ്രാമത്തിലെ ഇടപാടിതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുറുവാ സംഘങ്ങളും ഇതുപോലെ. ഇത് പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു ഗ്രൂപ്പുണ്ട് ഇതുപോലെ വരുന്നവരുണ്ട്, മധ്യപ്രദേശിലുണ്ട്, പിന്നെ ഹരിയാനയിലുണ്ട്, UP-യിൽ, ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. ഇവർ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോഷണം നടത്തി ഇത് കൊള്ളയൊക്കെ നടത്തിക്കൊണ്ടങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ, ആസാം, ഇവിടെ എല്ലാം ഉള്ളതാണ്. യവന്മാരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യവന്മാരെ അവിടെ ചെന്ന് പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ജീവൻ പണയം വെച്ചാണ് നമ്മുടെ പോലീസുകാർ പലപ്പോഴും പോയി ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. അവരെയൊക്കെ എത്ര നമ്മൾ അവർക്ക് ആശ്വാസ വചനങ്ങൾ കൊടുത്താലും അതുപോലെ തന്നെ അവരെ നമ്മൾ വിശേഷിപ്പിച്ചാലും മതിയാവുന്നതല്ല. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഓരോരുത്തരെയും ഇവിടുന്ന് വെളിയിൽ നിന്ന് പോയി പിടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടുന്ന് പണം അങ്ങ് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകും, അവസാനം അതിൻ്റെ പുറകെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട കാര്യമാണ്. കേരള പോലീസ് വളരെ സ്തുത്യർഹമായിട്ട് ചെയ്യുന്ന ഒരു കാര്യവുമാണത്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലീസിൽ നിന്ന് ശരിയായ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ആണെങ്കിലോ, വെളിയിൽ നിന്ന് ഒരുത്തൻ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേണ്ട അസിസ്റ്റൻസ് കേരള പോലീസ് കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക്. അവർക്കൊരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയുള്ള കാര്യത്തിന് എല്ലാ അസിസ്റ്റൻസും കൊടുക്കും. അങ്ങനെ ഈ പോലീസ് സേനയുടെ ഒരു നിസ്സഹരണം എന്ന് പറയുന്നതാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതേപോലുള്ള സംഘങ്ങൾ ഇവിടെ വരുമ്പോൾ നോക്കണം, ഈ സ്ത്രീകളെയൊക്കെ ഉണ്ടല്ലോ, ഈ മാല പൊട്ടിക്കാനും ഈ ബസ്സിൽ കയറി പോക്കറ്റ് അടിക്കാനും എല്ലാം സ്ത്രീകളുടെ ഇടയിൽ കയറി നിന്നിട്ട് അവരുടെ പണം എടുക്കുക, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുക, അപഹരിക്കുക, ഇതൊക്കെ ചെയ്യാനും ഒക്കെ ബസ്സിൽ തള്ളുള്ളപ്പോഴും, അതേപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളുടെ പരിസരത്തും, അതേപോലെ ഉത്സവ നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യും. ഇവർ 4-5 പേരുണ്ട് വരും. 4 പേര് എപ്പോഴും 4 പേരായിരിക്കും, അല്ലെ 5 പേരായിരിക്കും ഒരുമിച്ച് നടക്കുന്നത്. ഒരാളിത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് കൈമാറ്റം ചെയ്ത് അടുത്ത ആളിലേക്ക് പോകും, പിന്നെ അങ്ങ് അപ്പുറത്തേക്ക് പോകും, വളരെ ദൂരെയായിരിക്കും. ഈ എടുത്ത ആൾ അവിടെ നിൽക്കും, പക്ഷെ ഒന്നും കാണാനില്ല. പിടിച്ചു കഴിഞ്ഞാൽ എന്തോ അത് ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, നോക്കി എന്നെ പരിചയം എല്ലാം, അപ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് ദൂരെ പോയിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ പിടിക്കപ്പെടുമ്പോൾ ഇവർ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തെന്നറിയോ, ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. അത് വേറെ ആരുമല്ല, തമിഴനൊന്നും അല്ല, മാത്രമല്ല ഇവിടെ മലയാളികൾ തന്നെ ഉണ്ട് ജാമ്യത്തിൽ എടുക്കാൻ. ഇവരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ജാമ്യക്കാരെ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ജാമ്യക്കാരെ ഇവർക്ക് പെട്ടെന്ന് കിട്ടും. അവരെ കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഉടനെ ജാമ്യം, കുറേ നാൾ ഒരു സ്ത്രീ അകത്ത് കിടക്കുന്ന ജാമ്യം കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അവരുടെ ആവശ്യമില്ല, ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിന് ഇനി അവരെ ആവശ്യമില്ല. പിന്നെ വേണ്ടത് ട്രയലിനാണ് വേണ്ടത്. അതിന് ഇവിടെയുള്ള ജാമ്യക്കാരെ വേണം എന്ന് ചിലപ്പം നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അപ്പം പണം കെട്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം 1,00,000 രൂപയുടെ ആൾ ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ, ഇവർ 1,00,000 രൂപ അടയ്ക്കാൻ തയ്യാറാ. അവർ 1,00,000 രൂപ അവർ 2 ജാമ്യക്കാരെ വേണമെന്ന് പറഞ്ഞാൽ 2,00,000 രൂപ അവരങ്ങ് കെട്ടിവെക്കും. കെട്ടിവെച്ചിട്ട് പോകും, പിന്നെ കിട്ടത്തുമില്ല ഇതിനെയൊന്നും. അങ്ങനെ ഇവരെ ജാമ്യത്തിൽ എടുക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ നടക്കുന്നവന്മാരെ വേണം ആദ്യം പിടികൂടാൻ. അപ്പൊ അത് പോലീസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. പോലീസ് കാണിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ മോഷണം നടത്തുന്ന ഈ കള്ളന്മാര് ഇറങ്ങുന്നുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവന്മാർ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു ഫോളോ അപ്പ് നടത്താറുണ്ടല്ലോ. കാരണം ശരിയാണ്, മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ അവന്മാര് അകത്ത് കിടക്കണം, എന്നാലേ മാർഗമുള്ളൂ. അപ്പോ അതേപോലെ തന്നെ ഈ സ്ത്രീകളെ, ഈ നാടോടി സ്ത്രീകൾ എന്നുള്ള പേരിൽ ഈ അറിയപ്പെടുന്ന തമിഴ് സ്ത്രീകൾ പലപ്പോഴും വരുന്നവര് ഇതുപോലെ ഈ മോഷണം നടത്തുന്ന ആളുകളെ ജാമ്യത്തിൽ ഇറക്കുന്നവന്മാർ ആരാണ്? വക്കീലിനെ അല്ല അന്വേഷിക്കേണ്ടത്, ഈ ജാമ്യത്തിൽ എടുക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച്, അതിൻ്റെ പിന്നിൽ ആരാണ്
എന്നൊന്ന് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇതിന് ശരിയായ നടപടി വേണ്ടത്. ഈ കുറുവാ സംഘങ്ങളെന്ന് പറഞ്ഞായാലും ഇതുപോലെ വീട് തല്ലിപ്പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ആയുധം ചൊഴിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഇടയിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഇതേപോലെ വെളിയിൽ ഇതേപോലെ അശാന്തി പടർത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നവന്മാരുണ്ടെങ്കിൽ മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇതിനെയൊക്കെ കർശനമായി നേരിടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരലംഭാവവും കാണിക്കരുത്. ഈ അന്വേഷണമൊക്കെ വളരെ ശരിയായിരിക്കണം, വളരെ കർശനമായിരിക്കണം. പിന്നെ തന്നെ ഇവിടെ തന്നെ DGP ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് യവന്മാർ കടന്നു കളയുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായിട്ട് തന്നെ ഒരു കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പോലീസിന് വേണ്ട അസിസ്റ്റൻസ് ഉറപ്പാക്കണം നല്ല രീതിയിൽ. അങ്ങനെ കൊള്ളാവുന്ന ആളുകളെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഉറപ്പും കൂടെ വരുത്തണം. ഇത് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കെടും. നമുക്ക് ഓരോ സീസണിലും ഭയമാണ്. ഇവിടെ പല സ്ഥലങ്ങളിലാണ് ഇവർ വന്ന് കയറുന്നത്, പല ഭാഗങ്ങളിൽ അവർ വരും. ഇന്നിപ്പോൾ അങ്കമാലിയിലാണെങ്കിൽ നാളെ എറണാകുളം ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തത് ആലപ്പുഴ ആയിരിക്കും. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വരും. ഇവർ സഞ്ചരിക്കുന്നത് സാധാരണ ബസ്സിൽ സഞ്ചരിക്കാറില്ല, അല്ലെങ്കിൽ മറ്റ് കാറോ അങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും അവർ സഞ്ചരിക്കാറില്ല. അവർ ട്രെയിൻ മാത്രമാണ് അവർ ആശ്രയിക്കുന്നത്. കാരണം അത് ട്രെയിനാവുമ്പോൾ അത് പിടിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല, ട്രെയിനിൽ വന്നിട്ട് അവരിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ട്രാക്കിനടുത്തുള്ള വീടുകളാണ് അവർ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. അത് എളുപ്പമുണ്ട് അവർക്ക്. കാരണം അവർക്ക് വീണ്ടും ട്രാക്കിൽ ഇറങ്ങാം, അടുത്ത മോഷണം കഴിഞ്ഞിട്ട് ട്രാക്കിൽ ഇറങ്ങി അതിൽ കൂടെ പോകാം. അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കരുത്, ജനങ്ങളും കൂടെ ജാഗരൂകരായിരിക്കണം ഇങ്ങനെയുള്ള സംഘങ്ങളെ ആക്രമണം നടക്കുമ്പോൾ. കാരണം എവിടെങ്കിലും നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ മണിക്കൂറും അലാറം വെച്ച് കിടക്കുന്നവരുണ്ട് പേടിച്ച് ഉറക്കമില്ലാതെ. അങ്ങനെയല്ല, ഇതെല്ലാവരും ഒന്ന് സംഘടിപ്പിച്ച് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ കഴിയുന്നിടത്തോളം ഒന്ന് സംഘടിച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് റോന്തി വിറ്റുക, അത് നല്ല കാര്യത്തിനായിരിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇടയിൽ മോശത്തരം ഒന്നും കയറി കാണിക്കരുത്. നല്ല കാര്യത്തിനാണ് ഇത് റോന്തി വിറ്റുക. ഒന്ന് നോക്കുക, ആ ഭാഗത്തെങ്ങും ഉള്ളവനല്ലെങ്കിൽ ഇതാരാണ്, എവിടുന്ന് വന്നു എന്ന് ഒരുത്തനെ കിട്ടിയാൽ നോക്കണം. അവനെ കൈകാര്യം ചെയ്യുകയൊന്നും ചെയ്യരുത്. അവനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. സംശയമുണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അല്ലാതെ എടുത്തിട്ട് അടിക്കാനും ഇടിക്കാനും ഒന്നും പോരുത്. അതിൻ്റെ കാര്യമില്ല, ചെയ്യരുത്. ഏതായാലും നമ്മളെല്ലാം ജാഗരൂകരായി ഇരിക്കണം ഇങ്ങനെയുള്ള സംഘങ്ങളെ നേരിടാനായിട്ട്.